പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി തംബ്നെയിൽ കണ്ട് കാണും, ഒരു ഹോൾ വീഡിയോ ആട്ടോ, ബാഗ് ഹോൾ വീഡിയോ ആണ്. ഇതിൽ ഞാൻ റീസെന്റ് ആയിട്ട് പർച്ചേസ് ചെയ്ത ബാഗുകളും എല്ലാം തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ കുറേയൊക്കെ ബാഗുകൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം, അതായത് എനിക്ക് തോന്നുന്നു ഡിസംബറിലായിരിക്കണം, ഞാൻ കുറെ ആൾക്കാർക്ക് കൊടുത്തു, കുറെ ബാഗുകൾ കൊടുത്തു കേട്ടോ. അപ്പോൾ എന്റെ കസിൻസിനൊക്കെ ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി എന്റെ കയ്യിൽ കുറച്ച് ബാഗുകളും കൂടെ ഉണ്ട്, ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് മേടിച്ചിട്ടുണ്ടെന്ന സാധനം കാണിച്ചു തരട്ടെ. ഈ ഒരു കുട്ടി ഫാന് ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ടേബിളിൽ വെക്കുകയും ചെയ്യാം. ഇതിപ്പോൾ ഇപ്പം മൂന്ന് ഇതിൽ നമുക്കിങ്ങനെ കാറ്റ് വെക്കും കേട്ടോ. നമ്മുടെ ഞാനിപ്പം വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ ഫാൻ എപ്പോഴും കുറച്ചിടുക ചെയ്യാം. അപ്പൊ നല്ല ചൂടുള്ള സമയമല്ലേ, അപ്പൊ ഈ സാധനം ഭയങ്കര യൂസ്ഫുൾ ആ. 4 മണിക്കൂർ ചാർജ് ഇട്ട് നിങ്ങൾക്ക് നല്ലോണം ടൈം വരെ ഇതിൽ നല്ലോണം തന്നെ കാറ്റ് കിട്ടും കേട്ടോ. ഇത് ഞാനിപ്പോ ഇന്നലെ രാത്രി തൊട്ടേ കുറെ നേരം വർക്ക് ചെയ്യിപ്പിച്ചു, ഇന്നിപ്പോ പകലും കുറെ നേരം വർക്ക് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഇതിന് ഇതുവരെ ഇത് ഓഫ് ആയിട്ടില്ല, ചാർജ് തീർന്നിട്ടില്ല കേട്ടോ. സോ നമുക്ക് നമ്മുടെ ബാഗ് കളക്ഷൻ കാണാം. അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു വരട്ടെ, ഗീവ് അവേയുടെ റിസൾട്ട് ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇതുവരെ അഡ്രസ് അയക്കാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ ഒന്ന് അഡ്രസ് അയക്കുക കേട്ടോ. കാരണം എനിക്കതൊന്ന് ഒരുമിച്ച് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിൽ എനിക്കിപ്പോൾ നിങ്ങൾ ഒരാൾ അഡ്രസ് അയച്ചു, എനിക്ക് അത് പിന്നെ അങ്ങനെ പോയി ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ അഡ്രസ് അയക്കാത്തവർ ഒന്ന് അഡ്രസ് അയച്ചേക്കണേ. സോ നമുക്ക് ഓരോ പ്രൊഡക്റ്റുകളായിട്ട് കണ്ടാലോ. ആദ്യത്തെ ബാഗ് എന്ന് പറയുന്നത് ജസ്റ്റ് 300 രൂപയ്ക്ക് ഉള്ളിൽ വരുന്ന ബാഗാണ്, 200 സംതിങ് രൂപ കേട്ടോ. ഇതൊരു അടിപൊളി ബാഗാണ്. ഈവൻ നിങ്ങൾക്കൊരു വെസ്റ്റേൺ ഡ്രസ്സിന്റെ കൂടത്തിലാണെങ്കിലും അല്ലെങ്കിൽ ചുരിദാറിന്റെ കൂടത്തിലോ ട്രഡീഷണൽ ഡ്രസ്സിന്റെ കൂടത്തിലോ എങ്ങനെ വേണമെങ്കിലും ഇടാൻ പറ്റിയ ഒരു ബാഗ് കേട്ടോ ഈ ഒരെണ്ണം. ഇത് നമുക്ക് വെസ്റ്റേൺ ആണെങ്കിൽ ഇതേപോലെ ചെറിയ സ്ലിംഗ് ആക്കിയിട്ട് ഇതേപോലെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ബാഗാണ്. ഇതിന് 200 രൂപയാണെന്ന് തോന്നുന്നു. ഇതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. ഇതിന് കണ്ടു കഴിഞ്ഞാൽ 200 രൂപയെ തോന്നുള്ളൂ എന്നുള്ളത് കമന്റ് ചെയ്യുക. ഇതിന് ഇങ്ങനത്തെ ഒരു ചെറിയ സ്ലിംഗ് വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതോ ഇങ്ങനെ ഇടണമെങ്കിൽ ഇങ്ങനെ ഇടാം. then ഈ സ്ലിംഗ് നിങ്ങൾക്ക് അത്യാവശ്യം വലുതാക്കണമെങ്കിൽ വലുതാക്കാനും ചെയ്യും. പിന്നെ നമുക്ക് ഇതിങ്ങനെ ടേബിളിൽ വെക്കുന്ന സമയത്ത് നല്ല സെക്യൂർ ആയിട്ട് ഇരിക്കും. പിന്നെ ഇവിടെ ആയിട്ട് ഒരു ചെറിയ വൈറ്റ് കളറിൽ ഒരു സംഭവം വന്നിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഒരു ഡിസൈനാണ്. പിന്നെ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മെയിൻ കമ്പാർട്ട്മെന്റും പിന്നെ ഇതിന്റെ ഉള്ളിലായിട്ട് ചെറിയൊരു സിബർ വരുന്ന ചെറിയൊരു കമ്പാർട്ട്മെന്റും ആണ് ഉള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണ് കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് ഇട്ട് വെക്കാം. അപ്പൊ ഇതാണ് എന്റെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ബാഗ് കേട്ടോ. കൂടുതൽ ഈ ഒരു ബാഗ് ഞാൻ ജീൻസിന്റെ കൂടുതൽ ഇടാറ്. എനിക്ക് ഇങ്ങനെ ഷോർട്ട് ആക്കിയിട്ട് ഇങ്ങനെ ഇടാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ കൂടുതൽ ഈ ഒരു ബാഗ് ജീൻസിന്റെ കൂടുതലാണ് ഇടാറ്. ഇനി അടുത്ത ബാഗ് കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ കണ്ടത് ബ്ലാക്ക് കളറിലല്ലേ, ഇനി ഞാൻ വൈറ്റ് കളറിലുള്ള ഒരു ബാഗ് കാണിച്ചു തരാം. ഈ ഒരു ബാഗ് കേട്ടോ. ഇതും എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബാഗാണ്. ഇതെനിക്ക് ക്രിസ്മസ് ഫ്രണ്ട് കിട്ടിയ ഈ ബാഗ് കേട്ടോ. ഇതിന്റെ മോസ്റ്റ് ഫേവറേറ്റ് ഒരു ബാഗാണ്. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതായതുകൊണ്ട് ഇതിന്റെ റേറ്റ് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പക്ഷെ ഇതിന്റെ ഒരു വലിയ പ്രശ്നം നമ്മൾ പെട്ടെന്ന് ചെളി പിടിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാനിത് എപ്പോഴും ഒരു പാക്ക് കവർ ചെയ്തിട്ട് വൃത്തിയായിട്ടാണ് സൂക്ഷിക്കുന്നത്. ഇതിന്റെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തിരിക്കുക. ഇതൊരു ബോക്സ് ടൈപ്പ് ആകണ്ടോ. ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് ഞാൻ ഒരു തവണ കൊണ്ടുപോയി. ഇതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെയാണ്. ഇതിനും ഇതുപോലെ മെയിൻ ഒരു കമ്പാർട്ട്മെന്റും ഇങ്ങനെ ഈ സൈഡില് ഇങ്ങനെ ഒരു കമ്പാർട്ട്മെന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇതിങ്ങനെ തിടുക, ഇങ്ങോട്ടേക്ക് തിരിക്കുക. പിന്നെ ഇതൊരു കണ്ടില്ലേ ചെറിയ സ്ക്രൂ ടൈപ്പ്, അത് വേണമെങ്കിൽ ഇതേപോലെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സെറ്റപ്പ്. അപ്പൊ ഇതാണ് എന്റെ വേറൊരു ബാഗ് കേട്ടോ. ഇത് എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ബാഗാണ്. പിന്നെയുള്ള ബാഗുകളൊക്കെ നിങ്ങൾ കണ്ടു കാണണം. ഇനി ഈ ഒരു ബാഗ് കേട്ടോ. ഈ ഒരു ഇതെന്താ പറയാ, ടോട്ട് ബാഗ്. ഈ ഒരെണ്ണം അടിപൊളി നല്ല കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ബാഗാണ്. നല്ല സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ബാഗ് മസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നല്ലതാ. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് കുറച്ച് മെഡിസിൻ ഒക്കെ കിടപ്പുണ്ട് കേട്ടോ. സോറി, ലിപ് ലൈനർ. ഈ ലിപ് ലൈനറിനെ കുറെ നേരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ആ ഒരു ബാഗ് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ വെച്ചാൽ നമ്മുടെ ഈ ലേവിയുടെ ഒക്കെ ബാഗില്ലേ, ആ ബാഗിന്റെ ഉള്ളിൽ വരുന്ന പോലെ ഇതേപോലത്തെ നമുക്ക് ചെറിയ പേന അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആയിട്ടൊരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഇവിടെ ആയിട്ട് സിപ്പർ വരുന്ന ടൈപ്പ് ഒരു കമ്പാർട്ട്മെന്റും കൂടെ ഉണ്ട് കേട്ടോ. ഈ ഒരു ബാഗ് ഒക്കെ ഈ ടൈപ്പ് ബാഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓഫീസിലൊക്കെ പോകുമ്പോൾ നല്ല കൺവീനിയന്റ് ആണ് ഈ ഒരു ബാഗ്. പക്ഷെ കാണാനാണെങ്കിൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ഇല്ല ഈ ഒരു ബാഗ്. ഇതിന്റെ റേറ്റ് വരുന്നത് 500 റേഞ്ചിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഈ സെയിം സാധനം ഞാൻ ട്രെൻഡ്സിൽ കണ്ടു, സെയിം മെറ്റീരിയൽ കൂടെ മാറ്റില്ല. പക്ഷെ അവിടുത്തെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഐ തിങ്ക് 900 ആയിരുന്നു കേട്ടോ. ഞാൻ ആലോചിക്കുക, ഈ സാധനം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഈസി ബൈന്ന് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 500 റേഞ്ചിലും അത് 900 റേഞ്ചിലും. അപ്പൊ ഒന്ന് വ്യത്യാസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. എത്ര രൂപ വ്യത്യാസം ഉണ്ടെന്ന്. പ്രൊഡക്റ്റിലോ അതിന്റെ ക്വാളിറ്റിയിലോ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അടുത്തത് എന്റെ അടുത്ത് ഒരു ടോട്ട് ബാഗ് ഉണ്ട്. അതും ഞാൻ ഈസി ബൈ തന്നെ മേടിച്ചിട്ട് കുറച്ച് അധികം കാലമായിട്ട് വന്നിട്ട് ഞാനിത് ഇപ്പോഴും ഇതിന് ഒരു ഡാമേജ് ഇല്ല. നമുക്ക് ഈ ഒരു ബാഗ് ഇതിനകത്തും അത്യാവശ്യം
നല്ല കൺവീനിയന്റ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഇതിന്റെ ആകെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുറെ കാലം യൂസ് ചെയ്തു. ഇതിനെ ഞാൻ അത്രമാത്രം ക്രൂരമായി പീഡിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിൽ കുറച്ച് ചെളിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാത്തിന്റെ ഉള്ളിലും കുറച്ച് ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ലൈക്ക് അലർജിയുടെ, പെയിന്റെ ടാബ്ലറ്റ്സ് ഒക്കെ ഞാൻ എപ്പോഴും കൂടെ ക്യാരി ചെയ്യുന്ന ഒന്നാണ്. പിന്നെ കുറച്ച് മാസ്ക് അങ്ങനെയൊക്കെ എല്ലാ ബാഗിലും ഉണ്ടാവും. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാത്തിനും ചില പൈസകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല സ്പേസ് ഉണ്ട്, നല്ല സ്പേഷ്യസ് ബാഗാണ് ഇത്. ഈ ഒരു ബാഗും 500 റേഞ്ചിലാട്ടോ വരുന്നത്. ഇതില് കുറച്ച് അഴുക്ക്, ഇത് കഴുകാം, നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇട്ടാണെങ്കിലും വാഷ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാട്ടോ. നമുക്ക് ഞാനിപ്പോ ചില സമയത്ത് എന്റെ വീട്ടിൽ പോകുന്ന സമയത്ത് ഇപ്പൊ ഇതിനകത്ത് എന്റെ അത്യാവശ്യം കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടിട്ട് ഈ ഒരു ബാഗാട്ടോ കൊണ്ടുപോകാറ്. കാരണം അത്രയും സാധനങ്ങൾ കൊള്ളു. കണ്ടോ, വലിയ ബാഗ്. ഇനി അടുത്ത ബാഗ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ ബാഗുകളാണ്. ഞാൻ മീഷോന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നാണ് ഒരെണ്ണം. ഇതാ ഈ ഒരു ബാഗ്. ഇനി ഇതിന് മുന്നേ എപ്പോഴോ ഒരു വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നിയല്ലോ, അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കൊള്ളുട്ടോ. എല്ലാത്തിനകത്തും എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബാഗ് മാറ്റി മാറ്റി കൊണ്ടുപോകും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേടിച്ച സാധനമല്ല, നമ്മൾ തന്നെ യൂസ് ചെയ്യണ്ടേ. നമ്മളിങ്ങനെ എടുത്തിങ്ങനെ വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ അവിടെ. പിന്നെ ഇവിടെ ഒരു ചെറിയ കമ്പാർട്ട്മെന്റും കൂടെ വരുന്നുണ്ട്. ഇനി 2 കമ്പാർട്ട്മെന്റ് ആണ് വരുന്നത്. 300 രൂപ റേഞ്ചിലായിരുന്നു ഇതിന്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന്റെ ഉള്ളിലൊന്നും വേറെ കമ്പാർട്ട്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന്റെ വള്ളി കണ്ടു കഴിഞ്ഞാൽ അറിയാം, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വള്ളിയാണ്. പെട്ടെന്ന് അങ്ങനെ പൊട്ടിപ്പോകുവോ അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ അത്യാവശ്യം ലെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. നല്ലൊരു ബാഗാണ് ഈ ഒരെണ്ണം. ഇനി അടുത്ത 2 ബാഗാട്ടോ മെയിനായിട്ട് ഞാൻ കാണിക്കാതെ പറഞ്ഞില്ല. കുറെ ബാഗുകളൊക്കെ ഞാൻ ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബാഗാണ്, ഈ ഒരു ലേവിയുടെ ബാഗ്. ഇത് ഞാൻ ഓൾമോസ്റ്റ് കുറെ വീഡിയോസിലൊക്കെ കാണിച്ചാറുണ്ട്. ഇതിന്റെ ബേക്കിലായിട്ടൊരു കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട്. ദെൻ ഇതിനകത്തും സത്യം പറഞ്ഞ ബാഗ് കുഞ്ഞിനാണേലും നിറയെ സാധനങ്ങൾ കൊള്ളും കേട്ടോ. പിന്നെ ഇതേപോലെയാണ് വരുന്നത്. ഇതില് ഇങ്ങനെ കണ്ടോ, ഇവിടെ ഇതേപോലെ ചെറിയ കള്ളി, ഇവിടെയും കള്ളി വരുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടൊരു മെയിൻ സിപ്പ്. ഇതിനകത്തൊക്കെ പൈസ ഉണ്ടാവും. ഞാൻ ഓരോ തവണയൊക്കെ ആയിട്ട് ഇട്ടിട്ട് വെച്ചേക്കുന്നതായതുകൊണ്ട്. ഇനിവേ ഇതാണ് നമ്മുടെ ഒരു ബാഗ് കേട്ടോ. ഇതിലും കുറച്ച് അഴുക്കൊക്കെ പറ്റിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു സാധനത്തില്. ഞാനിതിങ്ങനെ ഈ ഒരു കുന്തം റിമൂവ് ചെയ്ത് കളഞ്ഞാലോ എന്ന് വിചാരിക്കാറില്ല കേട്ടോ. കാരണം ഇതാണ് മോശമായിട്ടുള്ളത്. ബാക്കി ബാഗ് വളരെ നല്ലൊരു ബാഗാണ്. മോസ്റ്റ് 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 ഫേവറേറ്റ് ആയിട്ടുള്ള ബാഗാ ഈ ഒരെണ്ണം. ഇത് ഞാൻ എത്ര വീഡിയോ കാണിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാഗാണ് ഈ ഒരെണ്ണം. ഇത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഈ വള്ളി അഡ്ജസ്റ്റ് ചെയ്യാനാണ്. സിബ്ബർ ഒന്നും അല്ല കേട്ടോ. ഇതേപോലെ ഒരൊറ്റ കമ്പാർട്ട്മെന്റ് ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ ഉള്ളിലും ചെറിയ നമുക്ക് പൈസ കോയിനൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി ചെറിയൊരു കമ്പാർട്ട്മെന്റ് ആണ് വരുന്നത്. അത്രേ ഉള്ളൂ കേട്ടോ ഈ ബാഗ്. പിന്നെ നമുക്ക് ആവശ്യമില്ല ഇതേപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട്, പിന്നെ ഇതേപോലെ നമുക്ക് മാഗ്നറ്റിക് ഈ ഇതിനെന്താ പറയാ ബക്കിൾസ് ആണ് വരുന്നത്. സോ നമുക്ക് ഇതേപോലെ ഒന്ന് ഇത് ചെയ്ത് വെക്കാം. ഈ ഒരു ബാഗിന്റെ സ്ലിംഗ് എന്ന് പറയുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ബാക്ക് പാക്ക് ആക്കി ഇടണമെങ്കിൽ ബാക്ക് പാക്ക് ആക്കി ഇടാം. അല്ലെങ്കിൽ ഇതേപോലെ സ്ലിംഗ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡർ ബാഗ് പോലെ ഒരു സൈഡിൽ ഇടണമെങ്കിൽ അങ്ങനെ ആയാലും ഇടാം കേട്ടോ. ഇതിനകത്ത് അധികം സാധനങ്ങളൊന്നും ക്യാരി ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് നിങ്ങളുടെ പേഴ്സ്, ദെൻ ഫോൺ അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. ഒരു കുട കൂടി ഇതിനകത്ത് ഇടാനുള്ള സ്പേസ് ഇല്ല. അത്രയും ചെറിയ ബാഗാട്ടോ. വീഡിയോ കാണുമ്പോൾ എത്ര സൈസ് തോന്നുന്നത് എനിക്കറിയില്ല. പക്ഷെ ഇത് നല്ല ചെറിയൊരു ബാഗാണ്. ഒരുപാട് സാധനങ്ങളൊന്നും കൊള്ളത്തില്ല കേട്ടോ. പക്ഷെ ഇത് എന്റെ കുറെ കാലമായിട്ടുള്ള ബാഗാണ്. നല്ല ക്വാളിറ്റി, ഇതൊക്കെ നല്ല പ്യൂർ ലെതർ ആട്ടോ. ഇതിന്റെ റേറ്റ് പ്യൂർ അല്ല, ഇത് ലെതറാണ് വരുന്നത്. ഇതിന്റെ റേറ്റ് 400 ആ റേഞ്ചിലാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ബാഗാണ്. നമുക്കൊരു ട്രിപ്പൊക്കെ പോകുന്ന സമയത്തൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ സ്പേസും അധികം പോകത്തില്ല, ജസ്റ്റ് മടക്കി ഇങ്ങനെ നമുക്ക് വെക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയാണ് എന്റെ ബാഗ് കളക്ഷൻ. ഇതിൽ ഏത് ബാഗാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് പറയാം കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും